പരമാവധി ക്യൂവിന്റെ നീളം കുറയ്ക്കണം. വെയിലത്തൊന്നും നിൽക്കേണ്ട സ്ഥിതി. പരാതി പറയുന്നു, ഇവിടെ ഒരു അപേക്ഷ തന്നാൽ ഒരുപാട് സമയം 2-3 മാസമാണെങ്കിൽ കിട്ടുന്നില്ല. ഇവിടുത്തെ അപേക്ഷയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അന്വേഷിച്ചോ? വരുമ്പോഴുള്ള പ്രോപ്പറായ മറുപടി കിട്ടുന്നില്ല എന്നുള്ള. അപ്പൊ നമ്മളെ വന്ന് നോക്കിയതാണ്. രണ്ടാമത് മനസ്സിലാവും. വേറെ നിങ്ങളെ കൂടാതെ ഇതൊരു സീനിയർ ക്ലർക്ക് സാർ സംസ്ഥാനത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വിളിക്കും. അവരവരുടെ വലിയ പ്രയാസമൊക്കെ കിട്ടുന്നതാണ്. ഫോണെടുത്ത് പ്രോപ്പറായ ഒരു മറുപടി പറയാൻ കഴിയുന്നു. വിളിക്കാം പറഞ്ഞിട്ടുണ്ട്. പരമാവധി പരമാവധി ക്യൂവിന്റെ നീളം കുറയ്ക്കണം. വെയിലത്തൊന്നും നിൽക്കേണ്ട സ്ഥിതി വരുന്നില്ല. ആകെ ക്യൂ നിൽക്കാനുള്ള ദൂരം ഇത്രയേ ഉള്ളൂ. നിങ്ങളിവിടെ ആളെ കൂടിയിട്ടാണെങ്കിൽ ഇവിടെ നിൽക്കുന്നവരുടെ നോക്കണം. ശരി, ക്യൂ റേഷ്യോ ഒന്ന് കുറച്ചു. നമുക്ക് ഏറ്റവും കൂടുതൽ പരാതി കിട്ടുന്ന ഒരു സെക്ഷൻ ഇതാണ്. പരീക്ഷാ ഭവൻ ഇവിടെ കളക്ഷൻ കൊടുത്തു, ഡ്യൂപ്ലിക്കേഷൻ ആവശ്യപ്പെട്ടു. 2 മാസമായി 3 മാസമായി കിട്ടുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനൊന്നൊന്ന് നേരെ നോക്കിയിരിക്കുന്നത്. തുടങ്ങാൻ താല്പര്യം പറയുന്നത്. അപ്പൊ ഏതായാലും അതൊന്ന് പ്രോപ്പറാക്കണം. ആളുകളെ വല്ലാതെ ഡിലേ വരുത്തരുത്. ആളുകൾ ഭയങ്കര പരാതി പറയുന്നു, ഇവിടെ ഒരു അപേക്ഷ തന്നാൽ ഒരുപാട് സമയം 2-3 മാസമാണെങ്കിൽ കിട്ടുന്നില്ല. പെൻഡിങ് ഇല്ല സാർ. ലാസ്റ്റേ ഉള്ളൂ അവിടെ കൊടുക്കുന്നതിന്റെ വേഗത്തിൽ പോകണം. പരമാവധി തരാം, വേഗത്തിൽ ചെയ്ത് തരാം. അവിടെ കൊടുത്താൽ കളക്ഷനാണ് കൊടുത്തിട്ട് എത്രയായി? എന്താ 2 മാസമായോ? അപ്പൊ നിങ്ങൾ കൊടുത്ത അപേക്ഷയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അന്വേഷിച്ചോ? A1 ആളില്ലാത്തതുകൊണ്ട് നിങ്ങൾ ആരോട് മറ്റാരോടും ചോദിച്ചു പോലെ ഡീറ്റെയിൽസ് കറക്റ്റ് ഫൈൻ നമ്പർ അറിയാല്ലേ? ആ ഫൈൻ നമ്പർ തരും. ചെയ്യുന്നുണ്ട്.